പഴയ ആളോ ആരവമോ ഇല്ല. ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളും നാട്ടിൻപുറ വർത്തമാനങ്ങളുമില്ല. ഓരോ സംഘങ്ങളിലും വിരലിലെണ്ണാവുന്നവർ മാത്രം അവശേഷിക്കുന്നു. ഇപ്പൊ തൊഴിലുറപ്പിനൊക്കെ പോയാൽ ഞങ്ങൾക്ക് പൈസ അന്നേരം ഈ സ്ഥാപനത്തിൽ പിരിക്കാൻ ആള് കാണിക്കില്ല. അങ്ങനെയുള്ള ഇതാണ്. അല്ല, തൊഴിലുറപ്പിന് പോയാൽ വിശ്രമമുണ്ട്, പൈസയും ഉണ്ട്. ഞങ്ങൾക്കതില്ല. ഞങ്ങൾ വിശ്രമം ഇല്ലാതെ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ വന്നാൽ വൈകോളം നിന്നുകൊണ്ട് പിരിക്കുകയാണ്. വിലക്കൂലിയില്ല. 2000 മീറ്റർ കയർ പിന്നിയാൽ 350 രൂപ കിട്ടും. ആ തുച്ഛമായ വേതനം ലഭിച്ചിട്ടും മാസങ്ങൾ ഏറെയായി. നമുക്ക് കൂലി കൂട്ടി കിട്ടണം. പിന്നെ വേറെ പണിയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളിതിന് ഇങ്ങനെ വരുന്നു. കൂടെയുള്ളവരൊക്കെ നിർത്തി 10 പേര് ഇവിടെ നിന്നതാ. എല്ലാവരും നിർത്തിപ്പോയി. ആരും ഇങ്ങോട്ട് വരത്തില്ല. ഇനി ഈ മേഖലയിലോട്ട് ആരും വരത്തില്ല. നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ധാരാളം സഹകരണ സംഘങ്ങൾ ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. കനകമ്മ ജീവിതം പിന്നിയെടുത്തത് ഈ ചെറിയ ഫാക്ടറിയിൽ നിന്നായിരുന്നു. വിഷമമുണ്ട്. നമ്മൾ പോരെങ്കിൽ നമ്മൾ ഇതിനകത്തൊക്കെ ഒത്തിരി ജീവിതം കഴിഞ്ഞിട്ടുണ്ട് കയർ മേഖല കൊണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെ അതപ്പതിച്ച നില കാണുന്നത്. അതിലൊത്തിരി വിഷമമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് കയർ മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നത്. 10 കൊല്ലമായിട്ടുള്ള കൂലി പോലും ഇതുവരെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം പണിയെടുത്താൽ 350 രൂപ കൊടുക്കണമെന്ന് 10 കൊല്ലത്തിന് മുമ്പ് തീരുമാനിച്ചതാണ്. ഇപ്പം മിനിമം 26,000 രൂപ കിട്ടണമെന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലും കൊടുക്കാൻ അവർക്ക് ഈ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കി അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്താതെ കേരളത്തിലെ ഈ പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. അടിസ്ഥാന വർഗത്തെ മറന്ന് നാം എന്തു നേടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കയറിനിപ്പോൾ ആവശ്യക്കാർ ഏറെയുണ്ട്. പക്ഷേ ഉൽപാദനത്തിന് അനുകൂലമായ സാഹചര്യമില്ല. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.